ഹലോ ഗായ്സ്, അപ്പം എൻ്റെ വാട്ടേറ്റിനിടയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ഒന്ന് ഇടുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നല്ല സോഫ്റ്റ് ഗുലാബ് ജാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ, അതിലും കിടിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. വെറും 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് കിടിലൻ ഗുലാബ് ജാം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ആ ബ്രെഡിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ ഒന്ന് കളയണം കേട്ടോ ഗൈസ്. ആ ബ്രൗൺ ഷീറ്റൊക്കെ ഒന്ന് കളയണം. അത് നമുക്ക് ആവശ്യമുണ്ട്, അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ വൈറ്റ് പാർട്ട് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. നല്ല പൊടി പൊടി പോലെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പിച്ച് കീറിയിടാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുക. കുറച്ചിങ്ങനെ നനവ് കൂടുതൽ പോലെ കുഴച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ബ്രൗൺ പാർട്സ് ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ചായിട്ടിട്ട് നന്നായി ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ ഗൈസ്. ഇതുപോലെ കുറച്ചായിട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇത് നെക്സ്റ്റ് എല്ലാം കൂടി കുഴച്ച് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗുലാബ് ജാമിന്റെ ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി വെക്കാം. ഞാൻ അങ്ങനെ ഉരുട്ടിയിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിൽ ഉരുട്ടാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ചട്ടിയിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ മാത്രം എടുക്കാൻ പാടുള്ളൂ, കരിഞ്ഞു പോകാണ്ട് നോക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ഒന്ന് കുത്തി കൊടുക്കണം ഈ ബോൾസിൽ. എന്താണെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് സോക്കാവാൻ വേണ്ടിയാണ്. അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എക്സ്ട്രാ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഒരു പിഞ്ച് ഏലക്ക ഇട്ട് കൊടുക്കുക. ഞാൻ ഏലക്ക പൊടിച്ചതായിട്ടത് ഒരു 2 ഏലക്ക ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഗൈസ്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ബോൾസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. ഈ ബോൾസ് ഒക്കെ അതിലിരുന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയി വരണവരെ നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഗൈസ്. നല്ല രീതിക്ക് സോക്കായി വരും ഈ ബോൾസ്. ഇങ്ങനെ അടുപ്പിലിരുന്ന് ഇങ്ങനെ നല്ല സോക്കായിട്ട് വരും. അതുവരെ നന്നായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. നല്ല കുറുകി വരും നമ്മുടെ പഞ്ചസാര സിറപ്പ്, അതുവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കിഡിലനായിട്ടുള്ള ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എനിക്കിങ്ങനെ ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം നല്ല സോഫ്റ്റും നല്ല ചൂടോടെ കഴിക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഐസ്ക്രീമിൻ്റെ ഒപ്പൊക്കെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. കിഡിലൻ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയാലോ ഗൈസ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സെയിം റെസിപ്പി യൂസ് ചെയ്തിട്ട് തന്നെ. വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇതിലും എളുപ്പമുള്ള ഗുലാബ് ജാം ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അത്ര എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തുകൊണ്ട് ഒരു കിഡിലൻ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ബ്രെഡ് കിട്ടുമ്പോൾ ഉണ്ടാക്കും. കാരണം അത്രക്കും ടേസ്റ്റ് ആണ്. നല്ല സോഫ്റ്റും സ്മൂത്തും നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടും. വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കിഡിലൻ ടേസ്റ്റ് ആണ്. നമ്മൾ കടയിൽ നിന്നൊന്നും വെറുതെ വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഏത് കൊച്ചു കുട്ടികൾക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണ്. ബാക്കി വന്നത് ഞാൻ ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഗൈസ്. ഐസ്ക്രീമിന്റെയും ഗുലാബ് ജാമിന്റെയും കോംബോ കിഡിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.